ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അർച്ചന എവിടെ സാറേ? തന്റെ അർച്ചന ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇനി ഞാൻ പറയുന്നത് താൻ സമാധാനത്തോടെ കേൾക്കണം. അർച്ചനയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യം താൻ മനസ്സിലാക്കണം. അർച്ചന സച്ചിയുടെ ഭാര്യയാണെങ്കിലും ഇപ്പോ ഒരുപാട് വർഷങ്ങളുടെ അകലം നിങ്ങൾ തമ്മിലുണ്ട്. ഒന്നുമില്ല സാറേ, വർഷങ്ങൾക്കൊന്നും ഞങ്ങൾക്കിടയിൽ ഒരു അകലം ഉണ്ടാക്കാൻ കഴിയില്ല. എന്നെ കണ്ട അവൾ ഓടി വരും. എന്റെ അർച്ചനെ എനിക്കറിയില്ലേ. സാറ് അവളെ എനിക്കൊന്ന് കാണിച്ചതാ. തരാം, കാണിച്ചു തരാം. വെയിറ്റ്. ഞാൻ പറയട്ടെ, സൂക്ഷിച്ചു വേണം അർച്ചനയോട് ഇടപെടാൻ. അതെന്തിനാ സാറേ സൂക്ഷിക്കുന്നത്? അവളിവന്റെ ഭാര്യയല്ലേ? ഭാര്യയൊക്കെ തന്നെ. പക്ഷേ കുറച്ച് നാളുകളായി അർച്ചനയ്ക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഓർമ്മയില്ലെന്നോ? സാർ എന്തേ പറയുന്നേ? അവളുടെ ഓർമ്മ പോകാൻ മാത്രം അവൾക്ക് എന്തു പറ്റി? പറ സാറേ, എന്റെ അർച്ചനയ്ക്ക് എന്താ പറ്റിയേ? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും നാൾ തന്റെ അർച്ചന എവിടെയായിരുന്നു, എന്തായിരുന്നു, എന്തുകൊണ്ട് അർച്ചനയ്ക്ക് ഓർമ്മയില്ലാതായി എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ നഷ്ടപ്പെട്ട ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോ അർച്ചനയുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞ മുഖം സച്ചിയുടെയും കുഞ്ഞിന്റെ ആയിരുന്നു. നിങ്ങളെക്കുറിച്ചാണ് അവൾ അന്വേഷിച്ചത്. അതിൻ്റെതായ ഒരു മാനസിക വിഭ്രാന്തിയിലാണ് അർച്ചന ഇപ്പോൾ ഉള്ളത്. അപ്പോ കുഞ്ഞ് അവളുടെ കൂടെ ഇല്ലേ? പിന്നെ കുഞ്ഞ് എവിടെ പോയി? ഇത്രയും നാള് സ്വന്തം കുഞ്ഞാണെന്ന് കരുതി തന്നെയാണ് അർച്ചന ആ കുഞ്ഞിനെ സ്നേഹിച്ചതും കൊണ്ടുനടന്നതും എല്ലാം. സാറ് എന്തോന്നാ പറയുന്നത്? സ്വന്തം കുഞ്ഞല്ലാതെ അർച്ചനയുടെ കയ്യിൽ വേറെ കുഞ്ഞ് എങ്ങനെ വരും? എത്ര നാളായെന്നറിയോ സാർ ഞാൻ എന്റെ അർച്ചനെ ഒന്ന് കണ്ടിട്ട്? അവളെക്കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിലില്ല. അവളെ കാണാൻ എനിക്ക് ധൃതിയായി സാറേ. കാണാം. നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച കാണുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഗാഥ സർ. അതെ, അർച്ചന ഓക്കെ അല്ലേ? കുഴപ്പമില്ല സർ. സച്ചേട്ടൻ വന്നുവന്ന് 1-2 തവണ ചോദിച്ചു. അർച്ചനയ്ക്ക് വേണ്ടിയുള്ള തന്റെ എല്ലാ അന്വേഷണങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മുതൽ അർച്ചന തന്റെ കൂടെ ഉണ്ടാവും. ദോദ
അർച്ചന, സച്ചേട്ടാ, എന്റെ പൊന്ന് സച്ചേട്ടാ, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ആ, വിടൂ. നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്നോ? എന്റെ പൊന്ന് സച്ചേട്ടാ, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. ശ്ശേ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. വിടൂ, വിടാൻ. ഞാൻ വീടില്ല. ഞാൻ എത്ര തെരഞ്ഞൂന്നറിയോ? സച്ചേട്ടൻ എവിടെ സാർ. പോയത്? എത്ര കാലമായി സച്ചേട്ടൻ എന്നെ വിട്ടു പോയിട്ട്? എന്തിനാ സച്ചേട്ടാ നമ്മുടെ കുഞ്ഞിനെ എന്നെ വിട്ടിട്ട് പോയത്? ഏയ്, വിടൂ. സാറേ, സാറേ ഇത് എന്റെ അർച്ചനയല്ല. വിടാനല്ല എന്റെ പറഞ്ഞത്. സച്ചേട്ടൻ തന്നെയാ. വിട്. ശ്ശേ, ഇങ്ങനെ വിട്. കണ്ണി ചോരയില്ലാത്ത വാക്ക് പറയല്ല സച്ചേട്ടാ. ഞാൻ സച്ചേട്ടന്റെ അർച്ചന തന്നെയാ. വിടൂ. നമ്മുടെ വിട്. കുഞ്ഞിന്റെ കാര്യം ഓർത്തെങ്കിലും എന്നെ ഉപേക്ഷിക്കല്ലേ സച്ചേട്ടാ. ഇങ്ങോട്ട് മാറിയ. നിങ്ങക്ക് ആള് മാറിയതാ. എനിക്കൊരാള് മാറിയിട്ടില്ല. നമ്മൾ ഒരുമിച്ച് ജീവിച്ച ആ നാളുകളൊക്കെ സച്ചേട്ട മറന്നുപോയോ? വിടൂ. ആ സച്ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. ആ, നിങ്ങളൊന്ന് വിട്ടേ. ഏത് വീട്? ആരുടെ വീട്ടില്? എന്റെ ഭാര്യ അർച്ചനെ കാണാനില്ലെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അത് നിങ്ങളല്ല. ഹേയ്, അല്ല, അത് ഞാൻ തന്നെയാ. സച്ചേട്ടന്റെ അർച്ചന വേറെ ആരുമല്ല. നിങ്ങൾക്ക് എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? അയ്യോ സാറേ, ഈ സച്ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് സഹിക്കാൻ വയ്യ സാറേ. ഒന്നും പറഞ്ഞ് സമ്മതിപ്പിക്കും സാറേ. സച്ചേട്ടാ, നമ്മുടെ കുഞ്ഞിന് സച്ചേട്ടൻ മറന്നോ സച്ചേട്ടാ? ഏ? എന്റെ കഴുത്തി കെട്ടിയ ഈ താലി സച്ചേട്ടൻ മറന്നോ? സാറേ, സാറേ, നമ്മുടെ ആദ്യ രാത്രി സച്ചേട്ടൻ മറന്നോ? ആ, അയ്യേ. എനിക്ക് സങ്കടം വരുന്നു. ശ്ശി. ഇങ്ങനൊന്നും പറയല്ലേ. നമ്മള് തമ്മിൽ ചെറിയൊരു പിണക്കം ഉണ്ടായപ്പോഴല്ലേ സച്ചേട്ടൻ എന്നെ വിട്ടിട്ട് പോയേ? ഇപ്പോഴും ചേട്ടന്റെ പിണക്കം മാറിയില്ലേ? അയ്യേ. ഇനി ഞാൻ ചേട്ടനെ ഒന്നും പറയത്തില്ല. വിടൂ, വിടാ. എപ്പോഴും ചേട്ടന്റെ കൂടെ തന്നെ കാണും. എന്നെ വിട്ടു പോവല്ലേ ചേട്ടാ. ഹ, എന്റെ പൊന്നു സാറേ, ഒന്ന് രക്ഷിക്ക്. നിക്ക്. സാറേ ഇത് എന്റെ അർച്ചനയല്ല. ദേ അവളെ പിടിച്ച് മാറ്റി. നിക്കാൻ. വിടാൻ. വിടൂ. ഡീ, മാറ്. ഡീ, വിടൂ. ഇങ്ങോട്ട് മാറി നിക്ക്. നിങ്ങൾക്ക് ആള് മാറിയതാ. ഇത് നിങ്ങളുടെ ഭർത്താവൊന്നുമല്ല. നീ പോടാ. ഇതെന്റെ സച്ചേട്ടൻ തന്നെയാ. എന്റെ പൊന്ന് സാറേ, ഇത് വട്ട് കേസാണ്. ഇതിനെ വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുവന്നാക്ക്. അയ്യോ. ശ്ശോ.